പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 4-ാം ദിവസം. പ്രശ്നങ്ങൾക്കൊപ്പം ചുവടുവെക്കുക. നിങ്ങൾക്ക് എന്നിൽ നിന്നും എല്ലാം എടുത്തു കളയാം, പക്ഷേ ഏത് സാഹചര്യത്തിലും സന്തോഷവാനായിരിക്കുവാനുള്ള എൻ്റെ ആന്തരിക സ്വാതന്ത്ര്യം എടുത്തു കളയുവാൻ നിങ്ങൾക്കാവില്ല എന്ന് നാസി തടങ്കൽ പാളയത്തിൽ വിക്ടർ ഫ്രാങ്കിൾ എഴുതിയത് ഓർമ്മിപ്പിക്കുന്ന ഒരു സുന്ദര ജീവിതമാണ് എറിക് വാലന്റൈൻ എന്ന ഫിലിപ്പിനോ പയ്യൻ്റേത്. പഠനത്തിലും സ്പോർട്സിലും ആർട്സിലും ഒരുപോലെ തിളങ്ങിയ അവന് ബോൺ ക്യാൻസർ വന്നപ്പോൾ അവൻ തീർന്നു എന്ന് കൂട്ടുകാർ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ ഒരു കാൽ മുറിച്ചു കളഞ്ഞിട്ടും പൊയ്ക്കാലിൽ പഴയതിലേറെ ഊർജ്ജസ്വലനായി അവൻ കോളേജിൽ തിരിച്ചെത്തി. അവൻ്റെ ടീഷർട്ടിൽ അവൻ ഇങ്ങനെ എഴുതി വെച്ചു: എൻ്റെ വികലാംഗത്വം എന്നെ വികലനാക്കാൻ ഞാൻ അനുവദിക്കില്ല. ഐ വിൽ നോട്ട് അലോ മൈ ഹാൻഡിക്യാപ്പ് ടു ഹാൻഡിക്യാപ്പ് മീ. ബ്രസ്റ്റ് ക്യാൻസർ മൂലം പാട്ടൊഴിഞ്ഞ പാട്ടുപെട്ടി പോലെ ആയിപ്പോയ ഒരു ഗായിക അവൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ട് ഉണ്ട്. തനിക്ക് രോഗം വന്നതിന് ശേഷം അവൾ ഒരിക്കലും പാടിയിട്ടില്ല. ഹോസ്റ്റൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുമില്ല. അവൾ ആരോടും ഇപ്പോൾ മിണ്ടാറുമില്ല. ഒരു ദിവസം പൊയ്ക്കാലിൽ എറിക് അവളെ തേടിയെത്തി. സ്വയം മറക്കാൻ അവൾ ഉച്ചത്തിൽ പ്ലേ ചെയ്യിക്കുകയായിരുന്ന റോക്ക് മ്യൂസിക്കിനൊപ്പം അവൻ ഒറ്റക്കാലിൽ ആടിയുലഞ്ഞ് നൃത്തം ചെയ്തു. അവൻ്റെ പൊയ്ക്കാലിലേക്കും ആത്മവിശ്വാസം തുളുമ്പുന്ന അവൻ്റെ മുഖത്തേക്കും അവൾ മാറി മാറി നോക്കി. നാളുകൾക്ക് ശേഷം അന്നാദ്യമായി അവൾ പൊട്ടിച്ചിരിച്ചു. പിന്നെ വിതുമ്പിക്കരഞ്ഞ് ഇപ്രകാരം പറഞ്ഞു: എറിക്, നിനക്ക് പൊയ്ക്കാലിൽ ആടാൻ പറ്റുമെങ്കിൽ എനിക്ക് പാടാനും പറ്റും. അവൾ തൻ്റെ പാട്ട് വീണ്ടെടുത്തു. തോൽക്കാൻ തയ്യാറല്ലാത്തവരെ ആർക്ക് തോൽപ്പിക്കാനാവും? ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ വൃദ്ധ കഥാപാത്രം കൊലയാളിയായ സ്രാവിനോട് പറയുന്നത് പോലെ, നിനക്കെന്നെ കൊല്ലാനാവും, പക്ഷേ തോൽപ്പിക്കാനാവില്ല എന്ന് പ്രശ്നങ്ങളോട് പറയുക. പ്രശ്നങ്ങൾക്കൊപ്പം ചുവടുവെക്കുക. പതുക്കെ പതുക്കെ പ്രശ്നങ്ങൾ ചുവടുമാറി നടക്കാൻ തുടങ്ങും. ആർക്കും നിങ്ങളുടെ നൃത്തം തടയാനാവില്ല. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമ്മെ അലട്ടുന്നതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മെ തോൽപ്പിക്കുവാൻ നാം അനുവദിക്കരുത്. ദൈവത്തിൽ ആശ്രയിച്ച് പ്രശ്നങ്ങളോടൊപ്പം ചുവടുവയ്ക്കുക. വിജയം നമ്മുടേതാണ്. എല്ലാവർക്കും അനുഗ്രഹകരമായൊരു ദിവസം ആശംസിക്കുന്നു. സസ്നേഹം, ഈപ്പനച്ചൻ.